Hello my dear students, welcome to Learner's World. In this video, I talk about Module 4 Speaking Skills, Part 1. Speaking is one of the most fundamental skills in communication. കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണ് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സ്പീക്കിംഗ് ഹാസ് ടു ബേസിക് ഫങ്ഷൻസ്. സ്പീക്കിങ്ങിന് ടു ബേസിക് ഫങ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ട്രാൻസാക്ഷണൽ ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഇൻ്റർപേഴ്സണൽ. Transactional. The purpose of transactional function is to convey information and facilitate the exchange of goods and services. ഇപ്പോൾ ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു ഇൻഫോർമേഷൻ കൺവേ ചെയ്യുന്ന ഒരു രീതിയാണ് ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ബുക്കിംഗ് എ മൂവി ടിക്കറ്റ് ബൈ ഫോണിങ് എ ട്രാൻസാക്ഷണൽ സ്പീച്ച് ഇവൻറ്റ്. ഒരു മൂവി ടിക്കറ്റ് നമ്മൾ ഫോണിലൂടെ ബുക്ക് ചെയ്യുന്നത് ഒരു ട്രാൻസാക്ഷണൽ ഇവൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഗൂഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻഫോർമേഷൻ കൺവേ ചെയ്യാൻ ഉപയോഗിക്കുന്നതിനെയാണ് ട്രാൻസാക്ഷണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻ്റർപേഴ്സണൽ. The primary purpose of interpersonal function is to be establish and maintain social relationship. Interpersonal എന്ന് പറഞ്ഞാൽ അതായത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ടു പേഴ്സൺസ്, രണ്ട് പേഴ്സൺസ് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. അതായത് ഇതിൻ്റെ ഒരു ഫങ്ഷൻ, ഇതിൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ മെയിൻറ്റെയിൻ സോഷ്യൽ റിലേഷൻഷിപ്പ്. അതായത് സോഷ്യൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇൻ്റർപേഴ്സണൽ ആണെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ, കോൺവെർസേഷൻ ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് അറ്റ് എ മൂവി തിയേറ്റർ ഈസ് ആൻ ഇൻ്റർപേഴ്സണൽ സ്പീച്ച് ഇവൻറ്റ്. അതായത് ഒരു മൂവി തിയേറ്ററിൽ ടു ഫ്രണ്ട്സ് നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനെ നമ്മൾ ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. Then I talk about sounding very polite. അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉണ്ടാകുന്ന ഈ ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എങ്ങനെയാണ് വെരി പൊളൈറ്റായിട്ട് എങ്ങനെയാണ് സംസാരിക്കുക. ചില സിറ്റുവേഷൻസ് നമുക്ക് പൊളൈറ്റായിട്ട് സംസാരിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മൾ വെരി റൂഡായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു സന്ദർഭങ്ങളിൽ എങ്ങനെയാണ് പൊളൈറ്റായിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് ഇനി പറയുന്നത്. വി ആസ്ക് ആൻഡ് ആൻസേഴ്സ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് ടു ഗെറ്റ് ഹെൽപ്പ്. യു ഗെറ്റ് ഇൻഫർമേഷൻ, ഡിറക്ഷൻ, മണി എക്സെട്ര. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് പൊളൈറ്റായിട്ട് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചോദിക്കാനും മേ ബി നമുക്ക് പൊളൈറ്റായിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. ഇൻഫർമേഷൻസ് കിട്ടാനും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഡിറക്ഷൻ ചോദിക്കാൻ, മണി എക്സ്ചേഞ്ചിൻ്റെ ടൈമിൽ ഒക്കെ നമുക്ക് പൊളൈറ്റ് വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഒരു സെൻറ്റൻസിൽ നമ്മുടെ കോൺവെർസേഷനിൽ, നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കോൺവെർസേഷനിൽ എങ്ങനെയാണ് പൊളൈറ്റ് വേർഡ് യൂസ് ചെയ്യുന്നത് എന്നാണ് ഇനി നോക്കുന്നത്. കോൺവെർസേഷണൽ സ്കിൽസ് ആർ ഇമ്പോർട്ടൻ്റ് ഇൻ ബിൽഡിംഗ് റിലേഷൻഷിപ്പ്. അതായത് ഈ ഒരു കോൺവെർസേഷൻസ് നമ്മൾ നടത്തുന്ന സമയത്ത് അവിടെ ഒരു എയിം കൂടെ ഉണ്ട്. അതായത് ബിൽഡിംഗ് റിലേഷൻഷിപ്പ്, അതായത് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കൂടെ ലക്ഷ്യമുണ്ട്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ നല്ല രീതിയിലുള്ള വേർഡ്സ് നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. അതായത് നല്ല പൊളൈറ്റായിട്ടുള്ള സംസാരിക്കേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ അതുപോലെ സംസാരിക്കണം. അല്ലാതെ ആംഗ്രി ആയിട്ട് അതുപോലെ റൂഡായിട്ടുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വി ഷുഡ് പേ അറ്റൻഷൻ ടു ദ വേ വി സ്പീക്ക് ആൻഡ് വി ഷുഡ് എൻഷുർ ദാറ്റ് വി ആർ പൊളൈറ്റ് ഇൻ അവർ സ്പീച്ച്. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ കോൺവെർസേഷൻസ് നടത്തുമ്പോൾ നമ്മൾ പൊളൈറ്റായിട്ട് ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിൽ പൊളൈറ്റ് വേർഡ്സ് തന്നെ എക്സ്പ്രസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പ്രീ ലേണിംഗ് ടാസ്ക്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രീ ലേണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് 5 പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു വുഡ് ആസ്ക് എ ടീച്ചർ. അതായത് 5 പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ടീച്ചറോട് നിങ്ങൾ ചോദിക്കുന്ന 5 പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. To a teacher. Sir, I find grammar very difficult. അപ്പോൾ പറയാണ്, എനിക്ക് ഗ്രാമർ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കുഡ് യു സജസ്റ്റ് എ സിമ്പിൾ ബുക്ക് ദാറ്റ് ക്യാൻ ഹെൽപ്പ് മീ? കുഡ് യു സജസ്റ്റ് എ സിമ്പിൾ ബുക്ക് ദാറ്റ് ക്യാൻ ഹെൽപ്പ് മീ? എനിക്ക് ഗ്രാമർ ഡിഫിക്കൽട്ടാണ്, നിങ്ങൾ ഒരു നല്ലൊരു ബുക്ക് സജസ്റ്റ് ചെയ്യുമോ? അത് വളരെ പൊളൈറ്റാണ് ഇട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കുഡ് യു സജസ്റ്റ് എ സിമ്പിൾ ബുക്ക് ദാറ്റ് ക്യാൻ ഹെൽപ്പ് മീ? ഹിയർ കുഡ് യു ഈസ് എ പൊളൈറ്റ് വേർഡ്. ഓക്കെ, നിങ്ങൾ എനിക്കൊരു നല്ലൊരു ബുക്ക് സജസ്റ്റ് ചെയ്ത് തരുമോ? അതായത് ഗ്രാമർ പഠിക്കാൻ നല്ലൊരു ബുക്ക് സജസ്റ്റ് ചെയ്ത് തരുമോ? കുഡ് യു എന്ന് പറയുന്നതാണ് ഇവിടെ പൊളൈറ്റായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈ ഫ്രണ്ട്സ് ടെൽ മീ ദാറ്റ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം അമേരിക്കൻ ഇംഗ്ലീഷ്. ഇസ് ഇറ്റ് ട്രൂ സർ? എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ്
ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അമേരിക്കൻ ഇംഗ്ലീഷുമായിട്ട് ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസ് ഇറ്റ് ട്രൂ സർ ഹിയർ? ഈസ് ഇറ്റ് ട്രൂ എന്ന് പറയുന്നത് ഒരു പൊളൈറ്റ് വേർഡാണ്. അപ്പോൾ സാറിനോട് ചോദിച്ചാൽ ഇത് ശരിയാണോ സർ എന്ന് ചോദിക്കണം. അപ്പോൾ അത് പൊളൈറ്റായിട്ടാണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് ട്രൂ സർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുഡ് യു സജസ്റ്റ് സം വേസ് ബൈ വിച്ച് ഐ ക്യാൻ ഓവർകം ദ ഫോണിറ്റിക്സ്? Could you suggest? Here, could you suggest? Could you is the polite word used in this question. Some of ways by which I can overcome the phonetics. അപ്പോൾ സാറോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഫോണിറ്റിക്സ് പഠിക്കാൻ എനിക്ക് നല്ലൊരു വഴി എനിക്ക് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുഡ് യു എന്ന് പറയുന്നതാണ് പൊളൈറ്റ് വേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുഡ് യു ടെൽ മീ സം വേസ് ടു ഇംപ്രൂവ് മൈ മെമ്മറി പവർ? Could you tell me? Here, could you is the polite word. Could you tell me some ways to improve my memory power? സാറോട് ചോദിക്കുകയാണ്, could you tell me some ways to improve my memory power? എൻ്റെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമെന്ന് സാറോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവിടെ could you എന്നുള്ളതാണ് പൊളൈറ്റ് വേർഡ്. Which English newspaper would you recommend to me to improve my English? Which English newspaper would you recommend to me to improve my English? Here, would you is the polite word. ഓക്കെ, നിങ്ങൾ എനിക്ക് ഏത് ഇംഗ്ലീഷ് പേപ്പറാണ് എൻ്റെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറാണ് എനിക്ക് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ വുഡ് യു എന്നുള്ളതാണ് പൊളൈറ്റ് വേർഡായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടീച്ചറോട് ചോദിക്കുന്ന ഈ ഒരു 5 ക്വസ്റ്റ്യനിൽ നമുക്ക് പൊളൈറ്റ് വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡേ ടു ഡേ ലൈഫിലുള്ള കോൺവെർസേഷൻസിലൊക്കെ ഈ ഒരു പൊളൈറ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് യൂസ്ഫുൾ എക്സ്പ്രഷൻസ്. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് നമുക്ക് ഈ പൊളൈറ്റായിട്ട് സംസാരിക്കാൻ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് എക്സ്പ്രഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഐ എം അഫ്രൈഡ്. ഐ എം അഫ്രൈഡ് ഈസ് എ എക്സ്പ്രഷൻ. ഇറ്റ് മീൻസ് ഐ അഡ്മിറ്റ് വിത്ത് റിഗ്രറ്റ്. ഐ എം അഫ്രൈഡ് എന്ന് പറയുന്നത് എനിക്ക് പേടിയാണെന്നോ അല്ലെങ്കിൽ ഞാൻ പേടിക്കുന്നു എന്നൊന്നല്ല ഇതിൽ അർത്ഥമാക്കുന്നത്. ഇറ്റ് മീൻസ് ഐ അഡ്മിറ്റ് വിത്ത് റിഗ്രറ്റ്. അതായത് നമ്മളൊരു കാര്യം കുറച്ച് കുറ്റബോധത്തോടെ, റിഗ്രറ്റ് മീൻസ് നമുക്കൊരു കുറ്റബോധത്തോടെയാണെങ്കിലും സമ്മതിക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഐ എം അഫ്രൈഡ് എന്ന് പറയുന്നത്. ഐ അഡ്മിറ്റ് വിത്ത് റിഗ്രറ്റ്, അതായത് എനിക്ക് കുറച്ച് കുറ്റബോധമുണ്ട്, കുറ്റബോധത്തോടെ ആണെങ്കിലും ഞാൻ നിങ്ങൾ പറഞ്ഞ ആ ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാനാണ് ഐ എം അഫ്രൈഡ് എന്ന് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു എക്സ്പ്രസ് പൊളൈറ്റ് ഓർ ഫോമൽ അപ്പോളജി ഓർ റിഗ്രറ്റ്. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് പൊളൈറ്റായിട്ട് ഒരു കാര്യം പറയാനും നമുക്ക് ഐ എം അഫ്രൈഡ് എന്നുള്ളത് യൂസ് ചെയ്യാം. അതുപോലെ ഫോമൽ അപ്പോളജി, അതായത് ഒരു ക്ഷമാപണം നടത്താനും നമുക്ക് വേണമെങ്കിൽ ഐ എം അഫ്രൈഡ് യൂസ് ചെയ്യാം. ഓർ റിഗ്രറ്റ്, നമുക്ക് എന്തെങ്കിലും കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാനും നമ്മൾ ഐ എം അഫ്രൈഡ് എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, എക്സാമ്പിൾ, ഐ എം അഫ്രൈഡ് ഐ വോണ്ട് ബി ഏബിൾ ടു കം ഫോർ ദ മീറ്റിംഗ്. ഐ എം അഫ്രൈഡ്, അതായത് എനിക്ക് കുറ്റബോധമുണ്ട്. എന്തിന്? ഐ വോണ്ട് ബി ഏബിൾ ടു കം ഫോർ ദ മീറ്റിംഗ്, എനിക്ക് ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട് എന്ന് പറയാൻ നമ്മൾ ഐ എം അഫ്രൈഡ് എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ അനദർ എക്സാമ്പിൾ ഈസ് ഐ എം അഫ്രൈഡ് ഐ ക്യാൻ ഹെൽപ്പ് യു ഇൻ ദിസ് മാറ്റർ. ഐ എം അഫ്രൈഡ്, എനിക്ക് നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്തതിൽ എനിക്ക് എന്തുണ്ട്? കുറ്റബോധമുണ്ട്, റിഗ്രറ്റ് ഉണ്ട്. ഐ എം അഫ്രൈഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐ എം അഫ്രൈഡ് എന്നുള്ള എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ്, ഐ എം ഫൈൻ. ഐ എം ഫൈൻ എന്നുള്ളത് നമ്മൾ സാധാരണ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ ഐ എം ഫൈൻ എന്ന് പറയും. പക്ഷേ ആ ഒരു മീനിങ് അല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. അതായത് പൊളൈറ്റായിട്ട് പറയുമ്പോൾ ഹൗ ആർ യു, ഐ എം ഫൈൻ എന്നുള്ള ആ ഒരു മീനിങ് അല്ല ഇവിടെ കൺവേ ചെയ്യുന്നത്. വി കോമൺലി യൂസ് it in responding to the question how are you, but it also means I can do it myself. അതായത് നമ്മൾ സാധാരണ ഐ എം ഫൈൻ എന്ന് പറയുന്നത് ഹൗ ആർ യു എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഐ എം ഫൈൻ എന്ന് പറയും. പക്ഷേ ഇവിടെ അതല്ല യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്. അതായത് ഞാൻ സ്വയം ചെയ്തോളാം, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നതിനാണ് ഐ ആം ഫൈൻ എന്ന് പറയുന്നത്. ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുന്നതിനാണ് ഐ ആം ഫൈൻ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. സംബഡി ട്രൈസ് ടു ഹെൽപ്പ് യു ടു ഫിൽ ഇൻ എ ഫോം ആൻഡ് ദെൻ യു മേ ടെൽ ഹിം ഐ ആം ഫൈൻ താങ്ക് യു.
അതായത് ആരെങ്കിലും നിങ്ങളെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറയാണ്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം, ഞാൻ ഈ ഫോം നിങ്ങളെ ഫില്ല് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന ആ ഒരു ആൻസറ് ഐ എം ഫൈൻ താങ്ക് യു, നോ എനിക്ക് ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്, ഞാൻ തന്നെ ചെയ്തോളാം, നിങ്ങൾ സഹായിക്കേണ്ട, ഐ എം ഫൈൻ എന്ന് പറയുന്നത് ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്, ഞാൻ തന്നെ ചെയ്തോളാം, താങ്ക് യു എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ വരുന്നത് ഐ എം ഫൈൻ എന്നുള്ളത്. ഇറ്റ് മീൻസ് യു ക്യാൻ ഫിൽ ദ ഫോം യുവർ സെൽഫ് ആൻഡ് യു ഡോണ്ട് നീഡ് എനി ഹെൽപ്പ്. അതായത് ഐ എം ഫൈൻ എന്ന് പറയുമ്പോൾ ഐ ക്യാൻ ഡു ഇറ്റ് മൈസെൽഫ്, അതായത് ഇറ്റ് മീൻസ് യു ക്യാൻ ഫിൽ ദ ഫോം, നിങ്ങൾ തന്നെ നിങ്ങളുടെ ആ ഫോം ഫിൽ ചെയ്തോളും, അല്ലാതെ നിങ്ങൾക്ക് വേറെ ഒരു ഹെൽപ്പ് ആവശ്യമില്ല എന്ന് പറയാനാണ് ഐ എം ഫൈൻ എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിത്ത് പ്ലഷർ. ഇറ്റ് മീൻസ് ഗ്ലാഡ്ലി. വിത്ത് പ്ലഷർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം സന്തോഷത്തോടെ ചെയ്യുക, അതായത് നമ്മളോടൊരു ആൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് ഗ്ലാഡ്ലി, അതായത് സന്തോഷത്തോടെ എന്ന് പറയുന്നതിനാണ് നമ്മൾ വിത്ത് പ്ലഷർ എന്ന് ഉപയോഗിക്കുന്നത്. വി സേ ടു ഷോ പൊളൈറ്റ് എഗ്രിമെൻറ്റ് ഓർ വില്ലിങ്നെസ് ടു ഗ്രാൻഡ് എ റിക്വസ്റ്റ്. അതായത് ആരെങ്കിലും നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അയാളുടെ ആ ഒരു കാര്യം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ വില്ലിങ് ആണ് കാണിക്കാനൊക്കെ, അതായത് നിങ്ങൾ അയാൾ പറഞ്ഞ കാര്യം ചെയ്യാൻ വില്ലിങ് ആണെന്ന് കാണിക്കാനൊക്കെ നമ്മൾ വിത്ത് പ്ലഷർ, അതായത് സന്തോഷത്തോടെ ഞാൻ ചെയ്യാം എന്ന് പറയുന്നതിനാണ് വിത്ത് പ്ലഷർ എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, മൈ പ്ലഷർ. ഇറ്റ് ഈസ് എ പൊളൈറ്റ് റിപ്ലൈ ഓൺ റിസീവിങ് താങ്ക്സ്. അതായത് നിങ്ങളൊരു കാര്യം, ഒരു ആക്ടിവിറ്റി നിങ്ങൾ ചെയ്തു, അതായത് ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്തു കൊടുത്തു, അപ്പോൾ അയാൾ അതിന് താങ്ക്സ് പറഞ്ഞു, അപ്പോൾ ആ ഒരു താങ്ക്സ് നിങ്ങൾ സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യാണ്, അത് മൈ പ്ലഷർ എന്ന് പറഞ്ഞിട്ടാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതിനെയാണ് മൈ പ്ലഷർ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ദ സ്പീക്കർ എൻജോയ്ഡ് ഹെൽപ്പിംഗ് ദ ലിസണർ. ഇതിനൊരു മൈ പ്ലഷർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളൊരു ഹെൽപ്പ് ചെയ്തു കൊടുത്തു, അപ്പോൾ അയാൾ എന്ത് ചെയ്തു, താങ്ക്സ് പറഞ്ഞു, അപ്പോൾ നിങ്ങൾ മൈ പ്ലഷർ എന്ന് പറയും. മൈ പ്ലഷർ എന്ന് പറയുന്നത് ആ ഒരു നിങ്ങളെ സഹായിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാനാണ് മൈ പ്ലഷർ യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് സിമിലർ ടു യു ആർ വെൽക്കം. അതുപോലെ നമ്മൾ താങ്ക് യു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ യൂസ് ചെയ്തിരുന്ന ഒരു വേർഡാണ് യു ആർ വെൽക്കം എന്ന് പറയും, അതും മൈ പ്ലഷറും സെയിം ആണെന്നാണ് പറയുന്നത്. ദെൻ എക്സസൈസ് 1, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. റീഡ് ദ സിറ്റുവേഷൻസ് ആൻഡ് റൈറ്റ് ക്വസ്റ്റ്യൻസ് ബിഗിനിങ് വിത്ത് ക്യാൻ ഓർ കുഡ്. അതായത് സിറ്റുവേഷൻസ് റീഡ് ചെയ്തിട്ട് ക്യാൻ കുഡ് യൂസ് ചെയ്തിട്ട് പൊളൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സിറ്റുവേഷൻ, യു ഫോൺ അമ്മു ബട്ട് സംബഡി എൽസ് ആൻസേഴ്സ് അമ്മു ഇസ് നോട്ട് ദർ, യു വാണ്ട് ടു ലീവ് എ മെസ്സേജ് ഫോർ ഹെർ. അതായത് നിങ്ങൾ അമ്മുവിനെ ഒരു ഫോൺ ചെയ്തു, പക്ഷേ അമ്മു അല്ല ഫോണ് എടുത്തിട്ടുള്ളത്, വേറൊരാളാണ്, അപ്പോൾ അമ്മു അവിടെ ഉണ്ടായിരുന്നില്ല, അപ്പോൾ അമ്മുവിന് നിങ്ങളൊരു മെസ്സേജ് പാസ് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ പാസ് ചെയ്യും? കുഡ് ഓർ ക്യാൻ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ മെസ്സേജ് പാസ് ചെയ്യേണ്ടത്. ഓക്കെ, കുഡ് യു ഗിവ് എ മെസ്സേജ് ടു അമ്മു. അപ്പം നമുക്കിങ്ങനെ പറയാം, കുഡ് യു ഗിവ് എ മെസ്സേജ് ടു അമ്മു. ഹിയർ കുഡ് ഈസ് എ പൊളൈറ്റ് വേർഡ്. നിങ്ങൾ അമ്മുവിന് ഒരു മെസ്സേജ് പാസ് ചെയ്യുമോ? കുഡ് യു ഗിവ് എ മെസ്സേജ് ടു അമ്മു. ഹിയർ കുഡ് ഈസ് എ പൊളൈറ്റ് വേർഡ്. ഓക്കെ, നെക്സ്റ്റ് സിറ്റുവേഷൻ, you are a tourist, you want to go to the station but you don't know where it is, you ask the receptionist. അത് നിങ്ങളൊരു ടൂറിസ്റ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേഷനിലേക്ക് പോകേണ്ടതുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല സ്റ്റേഷൻ എവിടെയാണെന്ന്, അപ്പം നിങ്ങൾക്ക് റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കേണ്ടതുണ്ട് എവിടെയാണ് സ്റ്റേഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്യാൻ ഓർ കുഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പൊളൈറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. കുഡ് യു ടെൽ മീ ഹൗ ടു റീച്ച് ദ സ്റ്റേഷൻ. ഇത് നിങ്ങളൊന്ന് പറയുമോ, എവിടെയാണ് സ്റ്റേഷനുള്ളത് എന്ന് നിങ്ങളൊന്ന് പറയുമോ, എങ്ങനെയാണ് സ്റ്റേഷനിലേക്ക് എത്തുക എന്നുള്ളത് നിങ്ങളൊന്ന് പറയുമോ എന്ന് ചോദിക്കുകയാണ്. ഹിയർ കുഡ് യു ഇസ് എ പൊളൈറ്റ് വേർഡ്. അപ്പോൾ ഇത് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് സംസാരിച്ചില്ലെങ്കിൽ നമുക്ക് റിപ്ലൈ കിട്ടുന്നത് ഭയങ്കര മോശമായിട്ടായിരിക്കും അല്ലേ. നമ്മൾ പൊളൈറ്റായിട്ട് സംസാരിക്കുന്നിടത്ത് പൊളൈറ്റ് വേർഡ് തന്നെ യൂസ് ചെയ്യണം. റൂഡ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിപ്ലൈ വളരെ മോശമായിരിക്കും. അപ്പോൾ ഇവിടെ കുഡ് യു എന്നുള്ളതാണ് പൊളൈറ്റ് വേർഡ്. Next situation is, you are at a textile shop, you see some shirts you like and you want to try them on, you say to the shop assistant. അപ്പോൾ നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിലാണ്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഷർട്ട്സൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾക്കൊരു ഷർട്ട് ഇഷ്ടമായി, ആ സമയത്ത് നിങ്ങൾക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഷോപ്പ് അസിസ്റ്റൻറ്റിനോട് ചോദിക്കണം, എങ്ങനെയാണത് ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ ക്യാൻ യു ഷോ സം ഓഫ് ദോ ഷർട്ട്സ് ഓൺ ദ ടോപ്പ് റാക്ക്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം, ക്യാൻ യു. ഹിയർ ക്യാൻ യു ഈസ് എ പൊളൈറ്റ് വേർഡ്.
ഓക്കെ, ക്യാൻ യു ഷോ സം ഓഫ് ദോസ് ഷർട്ട്സ് ഓൺ ദ ടോപ്പ് റാക്ക്? അതായത് ആ ടോപ്പ് റാക്കിലുള്ള ആ ഒരു ഷർട്ട്സ് ഒന്ന് എടുത്തു തരുമോ, എനിക്ക് നോക്കാനാണ്, എനിക്കൊന്ന് എടുത്ത് തരുമോ എന്നാണ് ചോദിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ ക്യാനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുഡ് കുറച്ചും കൂടെ മോർ പൊളൈറ്റാണ്. ഇവിടെ ക്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഷോപ്പിൽ പോകുമ്പോൾ നമ്മളവിടെ കസ്റ്റമറാണ് അല്ലേ, അപ്പോൾ അത്ര ഒരു മോർ പൊളൈറ്റിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് പൊളൈറ്റായിട്ട് ക്യാൻ അതുകൊണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ക്യാൻ യു എന്ന് പറയുന്നതാണ് പൊളൈറ്റ് വേർഡ്. ഓക്കെ, ദെൻ അനദർ സിറ്റുവേഷൻ ഈസ് യു ഹാവ് എ കാർ. യു ഹാവ് ടു ഗോ ടു ദ സെയിം പ്ലേസ് ആസ് അഹമ്മദ് വുഡ് ഡസ് നോട്ട് ഹാവ് എ കാർ. യു വാണ്ട് ടു ഗിവ് മീ എ ലിഫ്റ്റ് യു സേ ടു അഹമ്മദ്. അതായത് നിങ്ങൾക്ക് കാറുണ്ട്, പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് അഹമ്മദിന് കാറില്ല, അവനും നിങ്ങളും സെയിം പ്ലേസിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ അവനോട് ലിഫ്റ്റ് വേണോ എന്ന് ചോദിക്കണം. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു കാര്യം ചോദിക്കുന്നത്, എങ്ങനെയാണ് അഹമ്മദിനോട് എനിക്ക് ലിഫ്റ്റ് വേണോ, ഞാൻ ആ സെയിം പ്ലേസിലേക്കാണ് പോകുന്നത് എന്നുള്ളത് എങ്ങനെയാണ് ചോദിക്കാമെന്നുള്ളതാണ്. ക്യാൻ ഐ ഓഫർ യു എ റൈഡ്? ഞാൻ നിനക്കൊരു ലിഫ്റ്റ് തരട്ടെ എന്ന് ചോദിക്കുകയാണ്. ക്യാൻ ഐ ഓഫർ യു എ റൈഡ്? ഹിയർ ക്യാൻ ഈസ് ദ പൊളൈറ്റ് വേർഡ്. ഇവിടെ ക്യാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മളാണ് അങ്ങോട്ട് ചോദിക്കുന്നത്, ഞാൻ നിനക്കൊരു ലിഫ്റ്റ് തരട്ടെ എന്നുള്ളത് അല്ലേ. അതായത് ഞാൻ നിനക്കൊരു റൈഡ് ഓഫർ ചെയ്യട്ടെ എന്നുള്ളത് അവനോട് ചോദിക്കണം. അപ്പോൾ നമ്മൾ മോർ പൊളൈറ്റിൽ ചോദിക്കേണ്ട, എന്നാലും പൊളൈറ്റായിട്ട് ക്യാൻ ഐ ഓഫർ യു എ റൈഡ് എന്ന് ചോദിക്കാം. അതിനാണ് ക്യാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എക്സസൈസ് 2. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. ഫോർ ഈച്ച് ഗിവൺ സിറ്റുവേഷൻ മേക്കപ്പ് ഷോർട്ട് ഡയലോഗ് ബിറ്റ്വീൻ ടു സ്പീക്കേഴ്സ്. ദ ഡയലോഗ് ഷോൾ കണ്ടെയ്ൻ എ പൊളൈറ്റ് റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് ടു ദാറ്റ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സിറ്റുവേഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഡയലോഗ്സ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് 2 സ്പീക്കേഴ്സ് ആണ് സംസാരിക്കുന്ന ഡയലോഗ്സാണ് തയ്യാറാക്കേണ്ടത്. അതിൽ പൊളൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനും വേണം, റെസ്പോൺസും വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് സ്പീക്കേഴ്സ് രാഹുൽ ആൻഡ് രേഷ്മ. രാഹുൽ ആൻഡ് രേഷ്മയാണ് സ്പീക്കേഴ്സ്. സിറ്റുവേഷൻ: രാഹുൽ ഈസ് വാക്കിംഗ് ഡൗൺ ദ ഹാൾ ഓഫ് his office building. He needs to know what time it is. He asked Reshma, a colleague he has seen before but has never met. അപ്പോൾ രാഹുൽ അവൻ്റെ ബിൽഡിങ്ങിൻ്റെ താഴേക്ക് പോകുന്ന സമയത്ത് അവന് ടൈം എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അവന് ടൈം എത്രയാണെന്ന് അറിയേണ്ടതുണ്ട്. അപ്പോൾ അവന് രേഷ്മയോട് ചോദിക്കണം. രേഷ്മ അവൻ്റെ കൊളീഗാണ്, അവൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷേ അവർ മീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് സിറ്റുവേഷൻ. അപ്പോൾ എങ്ങനെയാണ് ടൈം ചോദിക്കുന്നത് എന്നാണ്. അപ്പോൾ രാഹുൽ: ഗുഡ് മോർണിംഗ്. രേഷ്മ: ഗുഡ് മോർണിംഗ്. രാഹുൽ: ഐ എം ഷുവർ ഐ ഹാവ് സീൻ യു ബിഫോർ. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് നിന്നെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ എം അഫ്രൈഡ് ഐ ഡോണ്ട് നോ യുവർ നെയിം. ബട്ട് ഐ എം അഫ്രൈഡ് ഹിയർ ഐ എം അഫ്രൈഡ് ഈസ് എ പൊളൈറ്റ് എക്സ്പ്രഷൻ. ഐ എം അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഐ അഡ്മിറ്റ് വിത്ത് റിഗ്രറ്റ് അല്ലേ. അതായത് എനിക്ക് കുറ്റബോധമുണ്ട്, അതായത് നിന്നോട് പറയാൻ നിൻ്റെ പേര് എനിക്കറിയില്ല. അതായത് ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്, നിന്നെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെ മെറ്റ് ചെയ്യാത്തതുകൊണ്ട് നിൻ്റെ പേരൊന്നും അറിയില്ല. നിൻ്റെ പേരറിയാത്തതിൽ എനിക്ക് കുറ്റബോധമുണ്ട്. ഐ എം അഫ്രൈഡ് ഐ ഡോണ്ട് നോ യുവർ നെയിം. ഹിയർ ഐ എം അഫ്രൈഡ് ഈസ് എ പൊളൈറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, ഐ അഡ്മിറ്റ് വിത്ത് റിഗ്രറ്റ്. ഓക്കെ. രേഷ്മ: ഐ എം രേഷ്മ ഐ വർക്ക് ഇൻ റിലയൻസ്. ഇനി എൻ്റെ പേര് രേഷ്മയാണ്, ഞാൻ റിലയൻസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാഹുൽ പറയണേ, നൈസ് മീറ്റ് യു രേഷ്മ. കുഡ് യു ടെൽ മീ വാട്ട് ടൈം ഇറ്റ് ഈസ്? കുഡ് യു ടെൽ മീ വാട്ട് ടൈം ഇറ്റ് ഈസ്? ഹിയർ കുഡ് യു ഈസ് ദ പൊളൈറ്റ് എക്സ്പ്രഷൻ. ഓക്കെ, കുഡ് യു. രേഷ്മ: ഷുവർ ഇറ്റ്സ് 10:20. രാഹുൽ: താങ്ക് യു. ഓക്കെ. Then another speaker is Reenu and Rinsi. Situation: Reenu is trying to study. Her roommate Rinsi is playing a CD very loudly and this bothers Reenu, who is trying to be polite even though she feels frustrated and little angry. സിറ്റുവേഷൻ: റീനു ആൻഡ് റിൻസിയാണ് സ്പീക്കേഴ്സ്. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ റീനു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൾക്ക് എക്സാംസ് അടുത്തിട്ടുണ്ട്. അവളുടെ റൂംമേറ്റ് റിൻസി എന്ത് ചെയ്യുന്നു, ഒരു CD ലൗഡായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവൾക്ക് ഭയങ്കര ദേഷ്യമൊക്കെ വരുന്നുണ്ട് ആർക്ക്, റീനുവിന്. പക്ഷേ ആ ദേഷ്യത്തിൽ അവളോട് പറയാൻ പാടില്ല, പൊളൈറ്റായിട്ട് പറയണം അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ വോളിയം കുറക്കൂ എന്നുള്ളത് പൊളൈറ്റായിട്ട് പറയുക എന്നുള്ളതാണ് സിറ്റുവേഷൻ. Reenu: Rinsi, would you mind reducing the volume of that CD a bit? Would you mind reducing the volume of that CD a bit? I have got an examination tomorrow. അപ്പോൾ റിൻസി പറയണേ, റിൻസിക്ക് ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ പൊളൈറ്റായിട്ട് പറയണമല്ലോ. അപ്പോൾ റിൻസി പറയണേ, വുഡ് യു മൈൻഡ്
അപ്പോൾ വുഡ് യു മൈൻഡ് ഇസ് എ പൊളൈറ്റ് എക്സ്പ്രഷൻ. വുഡ് യു മൈൻഡ്, അതായത് എനിക്ക് വിരോധമില്ലെങ്കിൽ റെഡ്യൂസിങ് ദ വോളിയം ഓഫ് ദാറ്റ് സി ഡി എ ബിറ്റ്, നീ എന്ത് ചെയ്യുക, ആ ഒരു സി ഡിയുടെ വോളിയം കുറച്ച് കുറക്ക്. ഐ ഹാവ് ഗോട്ട് ആൻ എക്സാമിനേഷൻ ടുമോറോ, എനിക്ക് നാളെ എക്സാമിനേഷൻ ഉള്ളതാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് ഇസ് എ പൊളൈറ്റ് എക്സ്പ്രഷൻ. ഓക്കെ. ദെൻ റിൻസി പറയാണ് സോറി റീനു, ഐ ഡിഡ്ന്റ് റിയലൈസ് ഇറ്റ് വാസ്. അപ്പോൾ റിൻസി പറയാണ് സോറി പറയുന്നുണ്ട്, എനിക്കിത് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇറ്റ് വാസ് ലൗഡ്, അതായത് ഇത് നല്ല ലൗഡായിട്ടാണ്, നല്ല വോളിയം കൂടുതലാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഐ വിൽ സെർട്ടൻലി റെഡ്യൂസ് ദ വോളിയം, ഞാൻ എന്തായാലും വോളിയം കുറക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ റീനു താങ്ക്സ് പറയുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് സിറ്റുവേഷൻ ഈസ് സ്പീക്കേഴ്സ് മോഹൻ ആൻഡ് എ ഫ്രണ്ട്ലി സ്ട്രേഞ്ചർ. Situation: Mohan is in the middle of the city. He is lost. He is trying to find the bus station. He stops someone on the street to ask for direction. അപ്പോൾ സ്പീക്കേഴ്സ് മോഹൻ ആൻഡ് എ ഫ്രണ്ട്ലി സ്ട്രേഞ്ചറാണ്. സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ മോഹനെ സിറ്റിയുടെ മിഡിലിൽ മോഹൻ എന്ത് ചെയ്തു, നിൽക്കുകയാണ്. ആ സമയത്ത് ഹീസ് ലോസ്റ്റ്, അദ്ദേഹത്തിന് വഴി അറിയില്ല, സിറ്റിയുടെ മിഡിലാണ് നിൽക്കുന്നത്. ഈസ് ട്രൈങ് ടു ഫൈൻഡ് ദ ബസ് സ്റ്റേഷൻ, ബസ് സ്റ്റേഷനിലേക്കുള്ള വഴി അറിയില്ല അവന്. ആ സമയത്ത് ഹീ സ്റ്റോപ്പ് സമ്മൺ ഓൺ ദ സ്ട്രീറ്റ് ടു ആസ്ക് ഫോർ ഡിറക്ഷൻ. അപ്പോൾ ഒരാളെ നിർത്തിയിട്ട്, അവിടെ കാണുന്ന ഒരു സ്ട്രേഞ്ചറെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, എനിക്ക് ബസ് സ്റ്റേഷനിലേക്കുള്ള വഴി അറിയില്ല, എനിക്ക് ആ ഡിറക്ഷൻ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. മോഹൻ: ഗുഡ് ഈവനിങ് സ്ട്രേഞ്ചർ, ഗുഡ് ഈവനിങ്, ക്യാൻ ഐ ഹെൽപ്പ് യു? ഹിയർ ക്യാൻ ഐ ഹെൽപ്പ് യു എന്നുള്ളത് ഒരു ഒരു പൊളൈറ്റ് വേർഡാണ്. ക്യാൻ ഐ ഹെൽപ്പ് യു, ക്യാൻ ഐ ഹെൽപ്പ് യു ഇസ് എ പൊളൈറ്റ് വേർഡ്. ക്യാൻ എന്ന് പറയുന്നത് ഒരു പൊളൈറ്റ് വേർഡാണ്. അപ്പോൾ മോഹൻ പറയാണ് ഐ എം അഫ്രൈഡ്, ഐ ഹാവ് ലോസ്റ്റ് മൈ വേ, ഐ എം അഫ്രൈഡ്. അപ്പോൾ ഐ അഡ്മിറ്റ് വിത്ത് റിഗ്രറ്റ്, അതായത് എനിക്കൊരു കുറ്റബോധത്തോടെയാണ് പറയുന്നത്. ഐ ഹാവ് ലോസ്റ്റ് മൈ വേ, എനിക്ക് എൻ്റെ വഴി നഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് വഴി അറിയില്ല. കുഡ് യു ടെൽ മീ ഹൗ ടു ഗെറ്റ് ടു ദ ബസ് സ്റ്റേഷൻ? കുഡ് യു ടെൽ മീ എന്നുള്ളത് ഒരു പൊളൈറ്റ് വേർഡാണ്. നിങ്ങൾ എനിക്ക് ബസ് സ്റ്റേഷനിലേക്കുള്ള വഴിയൊന്ന് പറഞ്ഞു തരുമോ എന്ന്, ഞാൻ എങ്ങനെയാണ് ബസ് സ്റ്റേഷനിൽ എത്തുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പോൾ സ്ട്രേഞ്ചർ പറയാണ് ഷുവർ, ഗോ സ്ട്രൈറ്റ് അറ്റ് ദ ജംഗ്ഷൻ, ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് എ ഫ്യൂ യാർഡ്സ്. അപ്പോൾ സ്ട്രേഞ്ചർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും പറഞ്ഞു തരാം. ആദ്യം നിങ്ങൾ ഗോ സ്ട്രൈറ്റായിട്ട് പോവുക, പിന്നെ ജംഗ്ഷനിൽ എത്തിയിട്ട് ടേൺ ലെഫ്റ്റ് ആൻഡ് വാക്ക് എ ഫ്യൂ യാർഡ്സ്, ദ ബസ് സ്റ്റേഷൻ ഈസ് ഓൺ യുവർ റൈറ്റ്. ആ സമയത്ത് നിങ്ങൾക്ക് ബസ് സ്റ്റേഷൻ കാണാൻ കഴിയുമെന്ന് പറയണം. മോഹൻ താങ്ക്സ് പറയണം. ഓക്കെ. ദെൻ ഐ ടോക്ക് അബൌട്ട് പ്രീ ലേണിംഗ് ടാസ്ക്. നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു പ്രീ ലേണിംഗ് ടാസ്ക് ഉണ്ട്. ലുക്ക് അറ്റ് ദ ടേബിൾ ഓൺ പേജ് നമ്പർ 94 and 95 ആൻഡ് റൈറ്റ് പൊളൈറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ ദ സിറ്റുവേഷൻസ് ഗിവൻ ബിലോ. അപ്പോൾ നമുക്ക് ഒരുപാട് സിറ്റുവേഷൻസ് അതിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസ് വെച്ചിട്ട്, അതായത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 94 and 95 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടേബിളിൽ ഒരുപാട് പൊളൈറ്റ് വേർഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ പൊളൈറ്റ് വേർഡ്സ് നോക്കിയിട്ട് ഈ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അറ്റ് എ കിച്ചൺ, അറ്റ് എ ഷോപ്പ്, അറ്റ് എ സർവീസ് സ്റ്റേഷൻ, അറ്റ് ആൻ എയർപോർട്ട്, അറ്റ് എ ഹോസ്പിറ്റൽ, അറ്റ് എ ഹോസ്റ്റൽ, അറ്റ് എ ക്ലാസ് റൂം, അറ്റ് എ റെസ്റ്റോറൻറ്റ്, ഓൺ ദ ടെലിഫോൺ. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പൊളൈറ്റ് ക്വസ്റ്റ്യൻ തയ്യാറാക്കുക. അറ്റ് എ കിച്ചൺ, അപ്പോൾ നമ്മൾ കിച്ചണിൽ ഉള്ള ഒരു പൊളൈറ്റ് ക്വസ്റ്റ്യൻ ആണ്. വുഡ് യു ടെൽ മീ വേർ ദ ടർമറിക് പൗഡർ ഈസ്? ഹിയർ വുഡ് യു ഈസ് ദ പൊളൈറ്റ് വേർഡ്. വുഡ് യു ടെൽ മീ വേർ ദ ടർമറിക് പൗഡർ ഈസ്? നിങ്ങളൊന്ന് പറയുമോ എവിടെയാണ് ടർമറിക് പൗഡർ വെച്ചിട്ടുള്ളത്? അപ്പോൾ ഇവിടെ വുഡ് യു എന്ന് പറയുന്നതാണ് എന്ത് പൊളൈറ്റ് വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അറ്റ് എ ഹോസ്റ്റൽ. അപ്പോൾ ഹോസ്റ്റലാണ് സിറ്റുവേഷൻ. കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? കുഡ് യു ഓപ്പൺ ദ വിൻഡോ പ്ലീസ്? കുഡ് യു എന്നുള്ളത് ഒരു പൊളൈറ്റ് വേർഡാണ്. ഒരു വിൻഡോ ഒന്ന് തുറക്കുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അറ്റ് എ റെസ്റ്റോറൻറ്റ്, ഇനി റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ്. ക്യാൻ ഐ ഹാവ് യുവർ മെനു പ്ലീസ്? ക്യാൻ ഐ ഹാവ് യുവർ മെനു പ്ലീസ്? ക്യാൻ ഈസ് എ പൊളൈറ്റ് വേർഡ്. എനിക്ക് നിങ്ങളുടെ ആ ഒരു മെനു ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. അറ്റ് എ ഷോപ്പ്, ഇനി ഷോപ്പിൽ വെച്ചിട്ട് ക്യാൻ ഐ ഹാവ് എ ലുക്ക് അറ്റ് ദോസ് ഷർട്ട്സ് ഇൻ ദ മിഡിൽ റാക്ക്? ക്യാൻ ഐ ഹാവ്, അപ്പോൾ ക്യാൻ എന്നുള്ളതൊരു പൊളൈറ്റ് വേർഡാണ്. അതിന് കുഡ്, വുഡ് ഇതൊക്കെ മോർ പൊളൈറ്റായിട്ട് യൂസ് ചെയ്യുന്നതും ക്യാന് അത്ര പൊളൈറ്റ്നെസ് ഇല്ല, എന്നാലും പൊളൈറ്റാണ്, എന്നാൽ അത്ര പൊളൈറ്റ്നെസ് ഇല്ലാത്ത പറയുന്നതാണ് ക്യാന്. അപ്പോൾ ക്യാൻ ഐ ഹാവ് എ ലുക്ക് അറ്റ് ദോസ് ഷർട്ട്സ് ഇൻ ദ മിഡിൽ റാക്ക്? അപ്പോൾ ഷോപ്പിലാകുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ആ ഒരു മിഡിൽ റാക്കിലുള്ള ആ ഒരു ഷർട്ട്സ് ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ് അറ്റ് എ ക്ലാസ് റൂമിലാണ്. സർ വുഡ് യു മൈൻഡ് റിപ്പീറ്റിംഗ് വാട്ട് യു സെഡ് ജസ്റ്റ് നൗ? സർ വുഡ് യു മൈൻഡ്? ഹിയർ വുഡ് യു മൈൻഡ് ഈസ് എ
പൊളൈറ്റ് വേർഡ്. അതായത് സർ, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം ഒന്നും കൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുമോ? എനിക്ക് ശരിക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയാണ്. അറ്റ് സർവീസ് സ്റ്റേഷൻ. ഇനി സർവീസ് സ്റ്റേഷനിലുള്ളൊരു പൊളൈറ്റ് ക്വസ്റ്റ്യനാണ്. പ്ലീസ് ഫിൽ മൈ ടാങ്ക് വിത്ത് ഡീസൽ. നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ ടാങ്കിൽ ഡീസൽ നിറക്കുമോ എന്ന് ചോദിക്കുകയാണ്. പ്ലീസ് എന്നുള്ളതാണ് ഇവിടെ പൊളൈറ്റ് വേർഡ് യൂസ് ചെയ്തിട്ടുള്ളത്. അറ്റ് ആൻ എയർപോർട്ട്. പിന്നെ എയർപോർട്ടിൽ വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ളത്. കുഡ് യു ടെൽ മീ വെൻ ദ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഫ്രം ദുബായ് ഈസ് ലാൻഡിങ്? കുഡ് യു ടെൽ മീ, ഹിയർ കുഡ് യു ഈസ് ദ പൊളൈറ്റ് വേർഡ്. അതായത് ടെൽ മീ വെൻ ദ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഫ്രം ദുബായ് ഈസ് ലാൻഡിങ്. അതായത് ദുബായിൽ നിന്ന് വരുന്ന ആ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് എപ്പോഴാണ് ലാൻഡ് ചെയ്യുന്നത് എന്ന് പറയൂ എന്ന് പറയുമ്പോൾ കുഡ് യു എന്നുള്ളതാണ് ഇവിടെ പൊളൈറ്റ് വേർഡ്. ഓൺ ദ ടെലിഫോൺ. ഇനി ടെലിഫോണിലൂടെയാണ് പറയുന്നത്. കുഡ് യു സ്പീക്ക് എ ബിറ്റ് ലൗഡർ? നിങ്ങൾ കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കുമോ? ഐ ക്യാൻ ഹിയർ യു പ്രോപ്പർലി. എനിക്ക് നിങ്ങൾ പറയുന്നത് ശരിക്കും കേൾക്കുന്നില്ല. ഇവിടെ കുഡ് യു ഈസ് ദ പൊളൈറ്റ് വേർഡ്. ഓക്കെ. അറ്റ് എ ഹോസ്പിറ്റൽ. ഇനി ഹോസ്പിറ്റലിൽ വെച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് തയ്യാറാക്കേണ്ടത്. കുഡ് യു ടെൽ മീ വെൻ ദ ഡോക്ടർ വിൽ അറൈവ്? കുഡ് യു ടെൽ മീ, ഹിയർ കുഡ് യു ഈസ് എ പൊളൈറ്റ് വേർഡ്. അതായത് എപ്പോഴാണ് ഡോക്ടർ എത്തുന്നത് എന്നുള്ളതൊന്ന് പറയുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ കൺക്ലൂഡ് ഹിയർ. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, പ്ലീസ് സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ, ലൈക്ക്. താങ്ക്